പ്രസിഡന്റ് എർദോഗാനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിലുള്ള ബന്ധം വഷളാവുന്നു. ഗാസയിൽ സമാധാനം സൃഷ്ടിക്കുന്നതിന് മേൽനോട്ടം വഹിക്കാൻ വിവിധ മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ള പട്ടാളക്കാരിൽ തുർക്കിക്കാർ വേണ്ടെന്ന് അമേരിക്കയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇസ്രായേൽ. കാരണം തുർക്കി പട്ടാളക്കാർ നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്നതിന് പകരം ഗാസയിലെ ഹമാസിനെ പിന്തുണച്ച ഇസ്രായേലി പട്ടാളക്കാർക്കെതിരെ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടെന്ന് ബെഞ്ചമിൻ നെതന്യാഹു സംശയിക്കുന്നു. സൊമാലിയലാൻഡ് എന്ന പുതിയ രാജ്യത്തെ സ്വതന്ത്ര പരമാധികാര രാജ്യമായി ഐക്യരാഷ്ട്രസഭയിൽ ഇസ്രായേൽ പിന്തുണച്ചത് തുർക്കിയെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. കാരണം 1991 സൊമാലിയ സർക്കാർ തകർന്നപ്പോൾ അതിൽ നിന്നും രൂപം കൊണ്ട രാജ്യമാണ് സൊമാലിയലാൻഡ്. ഇതിനെ സൊമാലിയ അംഗീകരിക്കുന്നില്ല. മുസ്ലിം രാജ്യമായ സൊമാലിയെ ശക്തമായി പിന്തുണയ്ക്കുന്ന രാജ്യമാണ് തുർക്കി. ഇപ്പോൾ സൊമാലിയലാൻഡിനെ ഇസ്രായേൽ അംഗീകരിക്കുന്നതോടെ അത് സൊമാലിയയ്ക്കും അവരെ അംഗീകരിക്കുന്ന തുർക്കിക്കും എതിരായ വെല്ലുവിളിയായി മാറും. സൊമാലിലാൻഡിനെ അംഗീകരിക്കാനുള്ള ഇസ്രായേലിന്റെ തീരുമാനം തുർക്കി ചൊടിപ്പിച്ചിട്ടുണ്ട്. പ്രാദേശികമായും ആഗോളമായും അസ്ഥിരത സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു സർക്കാരിന്റെ നിയമവിരുദ്ധ നടപടികളും പുതിയ ഉദാഹരണമാണിതെന്ന് തുർക്കി വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഓങ്കു കെസലി വിശേഷിപ്പിച്ചു. നെതന്യാഹുവിന്റെ പ്രഖ്യാപനത്തെ വിപുലീകരണ നയങ്ങളുടെ ഉദാഹരണമായി വിശേഷിപ്പിച്ച കെസലി സൊമാലിയയുടെ പ്രാദേശിക സമഗ്രതയെ തുർക്കി ശക്തമായി പിന്തുണയ്ക്കുന്നുവെന്ന് പറഞ്ഞു. തുർക്കി വിദേശകാര്യമന്ത്രി ഹഗാൻ ഫിദാൻ ഈജിപ്ത്, സൗദി അറേബ്യ, ജോർദാൻ എന്നീ രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാരുമായും ഇസ്രായേലിന്റെ നീക്കത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. ട്രംപ് ഭരണകൂടവുമായും അദ്ദേഹം ബന്ധപ്പെട്ടിട്ടുണ്ട്. സൊമാലിയയിൽ നിന്ന് വേർപിരിഞ്ഞ സൊമാലിലാൻഡ് 1991 മുതൽ സ്വയംഭരണം നടത്തുന്നു. ഇസ്രായേലിന്റെ നീക്കത്തെ സൊമാലിയയുടെ വിദേശകാര്യ മന്ത്രാലയം അപലപിച്ചു. ഇത് അവരുടെ പരമാധികാരത്തിന് നേരെയുള്ള മനഃപൂർവ്വവും നിയമവിരുദ്ധവുമായ ആക്രമണമാണെന്ന് വിശേഷിപ്പിച്ചു. സൊമാലിയയെ വളരെയധികം ബഹുമാനിക്കുന്ന തുർക്കിയെ സംബന്ധിച്ചിടത്തോളം ഈ ബന്ധം പ്രധാനമാണ്. തുർക്കിയെ സംബന്ധിച്ചിടത്തോളം സൊമാലിയ ആഫ്രിക്കൻ നയത്തിന്റെ തന്ത്രപരമായ സ്തംഭവും ഭൂഖണ്ഡത്തിലെ ഏറ്റവും അടുത്ത പങ്കാളികളിൽ ഒന്നുമാണ്. തുർക്കിയുടെ ഏറ്റവും വലിയ വിദേശ സൈനിക താവളത്തിന് സൊമാലിയ ആതിഥേയത്വം വഹിക്കുന്നു. തുർക്കിയിൽ നിന്ന് സൊമാലിയയ്ക്ക് ഗണ്യമായ സൈനിക, സാമ്പത്തിക, മാനുഷിക സഹായങ്ങളും ലഭിക്കുന്നുണ്ട്. സൊമാലിയയുടെ പ്രാദേശിക അഖണ്ഡതയെ തുർക്കി പരസ്യമായി പിന്തുണച്ചിട്ടുണ്ട്. നെതന്യാഹു സർക്കാരിന്റെ ഈ നീക്കത്തെ മേഖലയിലെ അവരുടെ താൽപര്യങ്ങൾക്കും സൊമാലിയയുമായുള്ള സുരക്ഷാ സഹകരണത്തിനും ആഫ്രിക്കയിലുടനീളം സ്വാധീനം ചെലുത്താനുള്ള അവരുടെ വിശാലമായ അഭിലാഷങ്ങൾക്കും നേരെയുള്ള നേരിട്ടുള്ള വെല്ലുവിളിയായി അവർ കണ്ടേക്കാം. അതേസമയം ഈ വർഷം ഓഗസ്റ്റിൽ സൊമാലിലാൻഡ് തുർക്കിയെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു. കൂടാതെ ഇസ്രായേലിന്റെ തീരുമാനം തുർക്കിക്ക് തന്ത്രപരമായും സാമ്പത്തികമായും ഒരു വെല്ലുവിളി ഉയർത്തിയേക്കാം. സൊമാലിയയുമായുള്ള ഊർജ്ജബന്ധം തുർക്കി ഇപ്പോൾ വികസിപ്പിച്ചിട്ടുണ്ട്. സൊമാലിയൻ തീരത്തുള്ള പ്രദേശങ്ങളിൽ തുർക്കി ഖനനം ആരംഭിക്കാൻ പോകുന്നുവെന്നതാണ് ഇതിനുള്ള പ്രധാന കാരണം. കഴിഞ്ഞ വർഷം നിരവധി കരാറുകളിൽ ഏർപ്പെട്ടുകൊണ്ട് തുർക്കി അവിടെ പ്രവർത്തനങ്ങൾ വിപുലീകരിച്ചിട്ടുമുണ്ട്. ഇസ്ലാമിനെ ശക്തമായി പിന്തുണയ്ക്കുന്ന തുർക്കിയുടെ പ്രസിഡന്റ് എർദോഗാൻ പലസ്തീൻ എന്ന രാഷ്ട്രത്തെ അംഗീകരിക്കുന്ന നേതാവാണ്. മുസ്ലിം രാജ്യങ്ങളുടെ നേതാവായി അറിയപ്പെടുന്ന ആളാണ് എർദോഗാൻ. ഓപ്പറേഷൻ സിന്ദൂർ കാലത്ത് ഇന്ത്യക്കും അത് ബോധ്യമായതാണ്. തുർക്കിയിൽ ഭൂകമ്പമുണ്ടായാൽ ഏറ്റവും ആദ്യം സഹായവുമായി കടന്നു ചെന്ന രാജ്യമാണ് ഇന്ത്യ. പക്ഷേ അതെല്ലാം മറന്ന മുസ്ലിം രാജ്യമെന്ന ഒരൊറ്റ പരിഗണന നൽകിയ എർദോഗാൻ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ പ്രയോഗിക്കാനുള്ള ഡ്രോണുകളും മിസൈലുകളും നൽകുകയായിരുന്നു. അതിനുശേഷം ഇന്ത്യയും തുർക്കിയും തമ്മിലുള്ള ബന്ധത്തിലും വിള്ളൽ വീണു. ഇസ്ലാമിക മതഭ്രാന്തുള്ള എർദോഗാൻ ഇസ്രായേലിന്റെ താൽപര്യങ്ങൾക്ക് വിഘാതമാകുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു കണക്കുകൂട്ടുന്നു. സിറിയയിൽ അസാദ് ഭരണകൂടത്തെ അട്ടിമറിച്ച ശേഷം അവിടുത്തെ സർക്കാരിൽ നിർണായക സ്വാധീനം തുർക്കി നേടിയെടുത്തിട്ടുണ്ട്. സിറിയ അതിർത്തിയിൽ കുർദുകളെ ഇല്ലാതാക്കാൻ സൈനിക കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിൽ വ്യാപൃതരാണ് തുർക്കി. ഭാവിയിൽ സിറിയയും തുർക്കിയും ഇറാനെ പിന്തുണച്ചേക്കുമെന്നും ബെഞ്ചമിൻ നെതന്യാഹു കരുതുന്നു. അങ്ങനെയെങ്കിൽ തുർക്കിക്ക് ആധിപത്യമുള്ള സിറിയ ഒരു വലിയ ഭീഷണിയായി മാറുമെന്ന് ഇസ്രായേൽ കണക്കുകൂട്ടുന്നു. തുർക്കിയും ഇസ്രായേലും തമ്മിൽ കിഴക്കൻ മെഡിറ്ററേനിയൻ സമുദ്രത്തിലും ശത്രുതയിലാണ്. ഗ്രീസും സൈപ്രസുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുകയാണ് ഇസ്രായേൽ. അതുവഴി മെഡിറ്ററേനിയൻ സമുദ്രത്തിലൂടെ ഈസ്റ്റ് മെഡ് പൈപ്പ് ലൈൻ സ്ഥാപിക്കാനും ഇസ്രായേൽ ശ്രമിക്കുകയാണ്. യൂറോപ്പിലേക്ക് തുർക്കിയെ ഒഴിവാക്കിക്കൊണ്ട് ഗ്യാസ് എത്തിക്കാനുള്ള പദ്ധതിയാണ് ഈ പൈപ്പ് ലൈൻ. തുർക്കി ഈ പൈപ്പ് ലൈനെതിരെ പല കാരണങ്ങൾ പറഞ്ഞ് എതിർക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.